സാമ്പത്തിക സ്വാതന്ത്ര്യമെന്ന സന്ദേശവുമായി KLM ആക്സിവ ഫിൻഫെസ്റ്റ് സംഘടിപ്പിച്ച റോഡ് ഷോ ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവ് വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. സ്വീകരണവുമായി ബന്ധപ്പെട്ട് നൂറനാടും തുടർന്ന് കറ്റാനത്തും പ്രത്യേക പരിപാടികൾ ഒരുക്കിയിരുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യമെന്ന സന്ദേശവുമായി KLM ആക്സിവ ഫിൻഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ള റോഡ് ഷോ ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവ് വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. ഒട്ടേറെ സ്ഥലങ്ങളിൽ സ്വീകരണവും ഒരുക്കിയിരുന്നു. സാമ്പത്തിക സാക്ഷരതാ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ KLM ആക്സിവ ഫിൻവെസ്റ്റ് സംഘടിപ്പിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവ് പത്തനംതിട്ട ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. കോഴഞ്ചേരിയിലായിരുന്നു ദിവസത്തെ ആദ്യ പരിപാടി. KLM ആക്സിവ ഫിൻവെസ്റ്റ് വൈസ് പ്രസിഡന്റ് VC ജോർജ് കുട്ടി നേതൃത്വം നൽകി. തെക്കേമലയിൽ നൽകിയ സ്വീകരണത്തോടെ അനുബന്ധിച്ച് വിവിധ ഇന്ററാക്റ്റീവ് പരിപാടികൾ ഒരുക്കിയിരുന്നു. പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ സെക്രട്ടറി PK ജോസഫ്, പയ്യനോമൺ യാക്കോബായ പള്ളി വികാരി ഫാദർ ഡേവിഡ് തങ്കച്ചൻ, റീജിയണൽ മാനേജർ സജികുമാർ, സോണൽ മാനേജർ രാജേഷ് P, ചീഫ് ബ്രാഞ്ച് മാനേജർ മോനച്ചൻ KG എന്നിവർ പങ്കെടുത്തു. പന്തളത്തും റോഡ് ഷോയ്ക്ക് സ്വീകരണം നൽകി. പന്തളത്തു നിന്നും ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ റോഡ് ഷോ നൂറനാട് എത്തിച്ചേർന്നു. നൂറനാടും തുടർന്ന് കറ്റാനത്തും പ്രത്യേക പരിപാടികൾ ഒരുക്കിയിരുന്നു. കറ്റാനം ഓറഞ്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ റോഡ് ഷോയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. നമ്മൾ ഏതൊക്കെ തരത്തിലായാലും നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു പൈസ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്കിൽ തന്നെയും സോഷ്യൽ മീഡിയ വളരെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ തുടങ്ങിയതോടുകൂടി നമ്മളെല്ലാവരും വളരെയധികം മിടുക്കരാണെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വളരെയധികം വിഷമത്തിലാക്കിക്കൊണ്ട് നമ്മുടെ പൈസ എവിടെയെങ്കിലും ഒക്കെ തന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അറിയാതെ തന്നെ പോകുന്നുണ്ട് എന്നുള്ള വിവരം വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മീഡിയകളിൽ കൂടിയൊക്കെ തന്നെ നമ്മൾ കേൾക്കുന്നത്. വളരെ ഉയർന്ന ഹൈ പോസ്റ്റിരിക്കുന്ന ഉദ്യോഗസ്ഥർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അധ്യാപകർ, റിട്ടയർഡായിട്ടുള്ള പട്ടാളക്കാർ, ഇവരൊക്കെ തന്നെ ആയാലും നമുക്കറിയാം ഈ പൈസ എങ്ങനെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ വളരെയധികം സംശയത്തോടെയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അധ്യക്ഷ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ മൊബൈലിൽ കൂടി വിളിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ എങ്ങനെയോ അവരുടെ സംസാരത്തിൽ നമ്മൾ വീണു പോകുന്നു. ചുനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സജി ജോൺ മുഖ്യ പ്രഭാഷണം നടത്തി. അടൂരിലായിരുന്നു ആദ്യ ദിവസത്തെ സമാപന പരിപാടി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിവ്യ റജി മുഹമ്മദ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അൻഷാദ് ബഷീർ, ഫാദർ ജോബിൻ പുളവിലയിൽ, അഡ്വക്കേറ്റ് ബിജു വർഗീസ്, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രിജി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുജനങ്ങളുടെ സാമ്പത്തിക അവബോധം പരിശോധിക്കുന്ന വിവിധ പരിപാടികൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നു. ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവ് ഇതിനകം 12 ജില്ലകളിലൂടെ കടന്നുപോയി. മെയ് 22-ന് തിരുവനന്തപുരത്താണ് സമാപനം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖ്യവാദിക്കായിട്ട് എത്താമെന്ന് പറഞ്ഞിരുന്ന നമ്മുടെ പ്രതിഭാനാണ് ഇവിടുത്തെ MLA. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 25 വർഷത്തെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വളരെ മുൻതൂക്കം കൊടുക്കുന്ന മലയോര പ്രദേശമായ കോതമംഗലത്ത് ഏകദേശം 2 ചിട്ടിക്കമ്പനികളിൽ തുടങ്ങി ഇന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ ഏകദേശം 1000-ൽ ബ്രാഞ്ചുകളും 10 ലക്ഷത്തോളം കസ്റ്റമറും 20,000 എംപ്ലോയീസിനായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ KLM ആക്സിവ. നമുക്ക് പല യാത്രകളെ കാണാനും സ്വീകരിക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചിട്ടുള്ള സ്ഥലമാണ് കറ്റാനം. വ്യത്യസ്തമായി ഒരു ഫിനാൻസ് സ്ഥാപനം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു യാത്രയുമായിട്ട് കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ പട്ടണങ്ങളിലൂടെയും ഈ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് പോകുന്നത്? ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു യാത്ര നടത്തും. പലരും ചിന്തിക്കാം എന്തുകൊണ്ടാണ്. വളരെ വാല്യുണ്ട് ആ ചോദ്യത്തിന്. കാരണം ഇന്ത്യയിൽ തന്നെ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ പോലും ഇത് ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് ഒരു ധനകാര്യ സ്ഥാപനവും. CDNet ന്യൂസ്, കറ്റാനം.